അവർക്കെല്ലാം മനസ്സിലാവും കേട്ടോ. അപ്പം മധുരം വേണോ കടുപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഓരോ സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് കൊള്ളാമെന്ന് ഇങ്ങനെ തലയാട്ടി പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാത്രേ. അങ്ങനെ ഫോണിൽ എന്നെ കാണാറുണ്ടെന്നാണ് ഇപ്പം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോഴിക്കോടാണ്. നമ്മൾ കുറച്ച് മലബാർ സ്നാക്സ്, മലബാറിലെ പലഹാരങ്ങളൊക്കെ ഭയങ്കര പേര് കേട്ടതാണ് അല്ലേ. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി വന്നേക്കുക. ഈ സ്ഥലത്തിന് പറയുന്നത് കുനിയിൽക്കടവ് പാലം. ഇവിടെ ഒരു CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് 2 ചെറുപ്പക്കാർ നടത്തുന്ന ഒരു കുഞ്ഞു സംരംഭം. വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, പക്ഷെ എന്നാലും നല്ല ആളുകളുടെ ഇടയിലൊക്കെ വളരെ പബ്ലിസിറ്റിയൊക്കെ കിട്ടി. ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവർ രണ്ടാളും സംസാരിക്കാനാവില്ല, അതുപോലെ തന്നെ ചെവിയും കേൾക്കില്ല. പക്ഷെ നമ്മളെപ്പോലെ തന്നെ വളരെ ഭംഗിയായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന 2 പേരാണ് ജാബിറും മുഹമ്മദ് ഷക്കീറും. അപ്പോൾ ഇവരുടെ കടയിലെ കുറച്ച് സ്നാക്സ് വേറെ ഒന്നും ഇവിടെ കിട്ടില്ല. പക്ഷെ നമ്മൾക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ അവിടെയൊന്നും ഇതധികം കിട്ടാത്ത സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത്. അവരിങ്ങനെയാണ് കേട്ടോ, ആളുകൾക്ക് അവർ ഓരോ സാധനങ്ങൾ വില പറയുമ്പോൾ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടിയിട്ട് ആ കാൽക്കുലേറ്റർ കാണിച്ചു കൊടുക്കും അവർക്ക് എത്രയാണ് അയക്കേണ്ടതെന്ന് അല്ലെങ്കിൽ എത്ര രൂപയായി എന്നുള്ളത്. ഇത് ഞാൻ ആദ്യം ഇപ്പോൾ കേട്ടോ മേടിച്ചതിന് കൽമാസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ഈ പേര്. ഇവിടെ ഉള്ള നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇതിൽ ഒരെണ്ണം മീൻ വെച്ചിട്ടുള്ളതും ഒരെണ്ണം ചിക്കൻ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് എരിവുള്ളതാണ്. കണ്ട ഉള്ളിൽ കണ്ട ഇങ്ങനെയാണ് ഇരിക്കുക. പുറമെ ഒരു കവറിങ്, ഉള്ളിൽ ഇതേപോലെ ഫില്ല് ഉള്ളിയെല്ലാം ചേർത്തിട്ട് നമുക്കിങ്ങനെ ഇന്നതിൻ്റെ സ്വാദാന്ന് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷെ അതിനൊരു വെറൈറ്റിയാണ്. ഞാൻ മുന്നേ കാണിച്ചത് മീനാണ് കേട്ടോ, ഇത് ചിക്കനും. കൊള്ളാം. ഇതിൻ്റെ പേര് കടുക്ക എന്നാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ പറയാനൊന്നും അറിയില്ല. എന്നാ വെച്ചാൽ അപ്പം ഞാൻ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനം കഴിച്ചിട്ട് ഞാൻ പറയും ഇത് സൂപ്പറായിട്ടുണ്ട്, ഇതിൻ്റെ ഇന്ന ടേസ്റ്റ്. പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടേ, എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല. പക്ഷേ എല്ലാത്തിനും ഒരു പ്രത്യേക രുചിയുണ്ട്. ഈ കോഴിക്കോട് സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സ്നാക്സ് എല്ലാതും തന്നെ ഒരു നോൺ വെജ് നമുക്ക് പഴംപൊരിയും ഉഴുന്നുവടയും പരിപ്പ് വടയും അതിലൊക്കെ നമ്മളെ സ്നാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴേക്കും മിക്കവാറും സാധനങ്ങളിലൊക്കെ മീനും ഇറച്ചിയും ഇതുപോലെയുള്ള കല്ലുമ്മക്കായും ഇതെല്ലാം കൂടി വരുന്നതാണ് ഇവരുടെ വൈകുന്നേരത്തെ 4 മണി പലഹാരങ്ങൾ. ശരിക്കും ഇവരുടെ ഒരു വീഡിയോ നമ്മൾ തന്നെ ഒരു സുഹൃത്ത് കോഴിക്കോടുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മൂപ്പരാണ് ഞാൻ കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഒരു വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ചായ കടികളൊന്നും നമ്മൾ എടുക്കാറില്ല, സ്ഥിരം കാണുന്നവർക്ക് അറിയാം. പക്ഷേ ഇതെന്താ വന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, അയ്യോ നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ. പക്ഷേ അങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ മനസ്സിൽ, ഇപ്പം എനിക്ക് ഉൾപ്പെടെ, ഞാനും ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എന്നോടൊപ്പം പഠിച്ച കുട്ടികളൊക്കെ പിന്നീട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ പഠിച്ചത്. കാരണം നമ്മളുടേതായിട്ടുള്ള കുറേ പേടികളും നമ്മൾ വളർന്ന സാഹചര്യത്തിൻ്റെ ഒക്കെ ആയിരിക്കാം നമുക്ക് കുറേ കുറവുകളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സാധനത്തിൽ. പക്ഷെ അങ്ങനത്തെ കുറവുകളൊന്നും നമ്മളൊന്നും കാര്യമാക്കേണ്ടതില്ല. നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ
ഈ ലോകം മുഴുവൻ നമ്മളെ കൂടെ നിൽക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അത്ര തന്നെയുള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ നമ്മളെ കൂടെ നിൽക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ നമ്മളൊന്നും ചെയ്യാതെ എവിടെയും കയറുന്ന ഒരാൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഇവിടുത്തെ തിരക്ക്, ഇവർ 2 ആഴ്ചയായിട്ടുള്ളൂ ഈ കട തുടങ്ങിയിട്ട്. എത്ര മനുഷ്യന്മാരാണ് ഇവിടെ വന്ന് ഭക്ഷണം നല്ല സാധനമായതുകൊണ്ടാണല്ലോ അന്വേഷിച്ച് വരുന്നത്. അതുകൂടാതെ ഇത് മേടിക്കാൻ വേണ്ടി ഇതിൽ കൂടെ പോകണ്ടാത്തവർ പോലും ഇവിടെ വന്ന് ഇത് മേടിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടെ നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഈ മീൻ വിൽക്കുന്ന അവിടുത്തെ ചേട്ടന്മാരുണ്ടല്ലോ, അവരിവിടെ വരും. എന്താ വെച്ചാൽ ഈ ചിലവർക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വിഷമമുണ്ടല്ലോ ഇവരുടെ അടുത്ത്. അപ്പോൾ അതൊന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നാൽ ഞാനും ആദ്യം വിചാരിച്ചു എങ്ങനെയാണെന്ന് വെച്ചു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറയുന്നതെല്ലാം നമ്മുടെ ഈ ലിപ് മൂവ്മെൻറ്റ് വെച്ചിട്ട് അവർക്കത് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും വളരെ പക്കയായിട്ട് ചെയ്തെന്ന് വരുന്ന 2 ആളുകളാട്ടോ. 2-3 പേര് ഒരു കൂട്ടുകാർ ചേർന്നിട്ടാണ് നടത്തുന്നത്. ഇവരിവിടെ ഫുൾ ടൈം നിൽക്കണമെന്നേ ഉള്ളൂ. ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിക്കോ. കോഴിക്കോടുകാർക്ക് ഞാനിത് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് സ്ഥിരം കഴിക്കുന്ന നിങ്ങളുടെ ഒരു പലഹാരമാണ്. പക്ഷേ വേറെ നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് ഇതൊക്കെ പുതുമയായിരിക്കും.